നമസ്കാരം. ഇന്ന് 2024 മെയ് 16 വ്യാഴം. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. നീതിയുടെ അനിവാര്യ വിജയം. രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന വിമർശത്തെ സാധൂകരിക്കും വിധമായിരുന്നു 2023 ഒക്ടോബർ 3 ന്യൂസ് ക്ലിക്ക് എന്ന ഓൺലൈൻ മാധ്യമത്തിനെതിരെയുള്ള മോദി സർക്കാരിന്റെ വേട്ട. എഡിറ്റർമാരുടെയും ജീവനക്കാരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തി, ലാപ്ടോപ്പുകൾ പിടിച്ചെടുത്തു. ഒടുവിൽ ചീഫ് എഡിറ്റർ പ്രബീർ പുർക്കായസ്തയെ അറസ്റ്റ് ചെയ്ത് ഇരുമ്പഴിക്കുള്ളിലാക്കി. എന്നാൽ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടം ഒടുവിൽ അതിന്റെ അനിവാര്യ വിജയം കണ്ടു. അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. പ്രബീർ പുർക്കായസ്തയുടെ 7 മാസത്തിലധികം പിന്നിട്ട കാരാഗൃഹവാസത്തിന് ഇതോടെ അന്ത്യമായിരിക്കുന്നു. ഒരു ചട്ടവും പാലിക്കാതെയാണ് അറസ്റ്റും റിമാൻഡും എന്ന വിമർശമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. റിമാൻഡ് അപേക്ഷയുടെ പകർപ്പ് പുർക്കായസ്തയ്ക്കോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോ നൽകിയിട്ടില്ലെന്നും അറസ്റ്റിന്റെ കാരണം വ്യക്തമാക്കിയിരുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ചുമത്തിയ വ്യാജ ആരോപണങ്ങളുടെ മറപിടിച്ചായിരുന്നു റെയ്ഡും അറസ്റ്റും. ചൈനയിൽ നിന്നടക്കം ഫണ്ട് സ്വീകരിച്ച രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി, വിദേശത്തെ ബിനാമികൾ നിർദ്ദേശിച്ച പ്രകാരം പ്രവർത്തിച്ചു, വിദേശ നിക്ഷേപമായി ലഭിച്ച ഫണ്ട് സംബന്ധിച്ച വിവരങ്ങൾ മറച്ചുവെച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പുർക്കായസ്തയ്ക്കും സഹപ്രവർത്തകർക്കുമെതിരെ ഡൽഹി പോലീസ് എഫ്ഐആറും ചമച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള രാജ്യവ്യാപക പ്രക്ഷോഭം, ഡൽഹിയിലും സമീപ സംസ്ഥാനങ്ങളിലും നടന്ന കർഷക പ്രക്ഷോഭം തുടങ്ങിയവ ജനപക്ഷത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തതോടെയാണ് ന്യൂസ് ക്ലിക്ക് മോദി സർക്കാരിന്റെ കണ്ണിലെ കരടായത്. പ്രക്ഷോഭ ഭൂമിയിൽ ചെന്ന് ന്യൂസ് ക്ലിക്ക് തയ്യാറാക്കിയ വീഡിയോകളും വാർത്തകളും സംവാദ പരിപാടികളും ഹിന്ദി മേഖലയിൽ ചലനം സൃഷ്ടിച്ചിരുന്നു. ലക്ഷക്കണക്കിന് പ്രേക്ഷകർ പരിപാടികൾ കണ്ടതോടെ പൗരത്വ കർഷക പ്രക്ഷോഭങ്ങളുടെ സന്ദേശങ്ങൾ രാജ്യമാകെ വ്യാപിച്ചു. ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും അഴിഞ്ഞാടിയ 1975 അടിയന്തരാവസ്ഥയിലെ മാധ്യമ വേട്ടയെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള അതിക്രമങ്ങൾക്ക് മോദി സർക്കാരിനെ പ്രേരിപ്പിച്ചത് ഈ വാർത്തകൾക്ക് ലഭിച്ച ജനപ്രീതിയാണ്. UAPAയ്ക്കൊപ്പം ക്രിമിനൽ ഗൂഢാലോചന, സമൂഹത്തിൽ സ്പർദ്ധ വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയിരുന്നു. പുർക്കായസ്തയുടെ അറസ്റ്റ്. ന്യൂസ് ക്ലിക്ക് ജീവനക്കാരൻ താമസിച്ചെന്നാരോപിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വസതിയും പരിശോധിച്ചു. ന്യൂസ് ക്ലിക്ക് ലേഖിക അനുഷ പോളിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലും റെയ്ഡ് നടത്തി. ഇതിനെല്ലാം മുന്നോടിയായി 2021 ഫെബ്രുവരിയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റം ചുമത്തി എഡിറ്റർമാരുടെ വീടുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു. ന്യൂസ് ക്ലിക്ക് അടക്കം സമാന്തര മാധ്യമങ്ങൾക്കെതിരെയുള്ള മോദി സർക്കാരിന്റെ നടപടി ഏറ്റവും ശക്തമായി തുടർന്ന കാലയളവ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2024 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിമത മാധ്യമങ്ങളുടെ വായ്മൂടി കെട്ടുകയായിരുന്നു ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് സംഘപരിവാറിനും കേന്ദ്ര സർക്കാരിനുമെതിരെ വാർത്ത നൽകിയ ന്യൂസ് ക്ലിക്കിന്റെ ഗതിയുണ്ടാകുമെന്ന സന്ദേശമാണ് മോദിയും അമിത്ഷായും നൽകിയത്. ബദൽ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാണിടുന്നതോടെ BJP അനുകൂല ഗോദി മീഡിയയുടെ വാർത്തകളും ഭരണകക്ഷിയുടെ ആശയങ്ങളും മാത്രമാകണം ജനങ്ങളിൽ എത്തേണ്ടതെന്ന ലക്ഷ്യം ഇതിനു പിന്നിലുണ്ടായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് മെഗാ അഴിമതി ചർച്ചയാകാതിരിക്കാൻ ഗോദി മീഡിയ ശ്രദ്ധ പുലർത്തിയതും ഇതുമായി ചേർത്ത് വായിക്കണം. ഗുജറാത്ത് വംശഗതിയിൽ നരേന്ദ്രമോദിക്കുള്ള പങ്ക് തുറന്നുകാട്ടുന്ന ഡോക്യുമെന്ററി സംപ്രേഷണം ചെയ്ത BBC, കോവിഡ് കാലത്ത് BJP സർക്കാരിന്റെ പരാജയം വാർത്തയാക്കിയ ദി വയർ, യഥാർത്ഥ കോവിഡ് കണക്കുകൾ മറച്ചുവെച്ചു എന്ന് വാർത്ത നൽകിയ ദൈനിക് ഭാസ്കർ, BJPയുടെ വർഗീയതയും നയവൈകല്യവും തുറന്നുകാട്ടിയ ന്യൂസ് ലോണ്ട്രി എന്നീ മാധ്യമ സ്ഥാപനങ്ങളും വേട്ടയാടപ്പെട്ടവയുടെ പട്ടികയിലുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 2016 133 സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ 2024 159 സ്ഥാനത്തേക്ക് പതിച്ചെന്ന വിവരം പുറത്തു വന്നിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. 180 രാജ്യങ്ങളിൽ നമ്മുടെ രാജ്യം 159 സ്ഥാനത്താണ് എന്നത് ലജ്ജാകരം തന്നെ. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.